ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൽ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്ന കന്നി രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നി രാശിക്കാർക്ക് ലഗ്നത്തിൽ, അതായത് കന്നിക്കൂറിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 4-ാം ഇടത്തിൽ ചൊവ്വയും ശുക്രനും, 5-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 6-ാം ഭാവത്തിൽ ശനിയും, 7-ാം ഭാവത്തിൽ രാഹുവും, 8-ാം ഭാവത്തിൽ വ്യാഴവും ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സൂര്യചാരവശാൽ ഫെബ്രുവരിയുടെ ആദ്യത്തെ ഫെബ്രുവരി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അത്ര ഗുണപരമല്ലാത്ത ഒരു സമയം എന്ന് പറയാൻ പറ്റില്ല. കാരണം 6-ിലത്തെ ശനി അനുകൂലപരമായിട്ട് നിൽക്കുന്നത്, 8-ിലത്തെ വ്യാഴം അനുകൂലമല്ല എന്നുള്ളത് ഈ ചാനൽ യൂട്യൂബ് ചാനൽ കാണുന്നവരും ജ്യോതിഷപരമായിട്ട് കുറച്ചൊക്കെ അറിവുള്ളവർക്കും അറിയാൻ പറ്റുന്നതാണ്. ജന്മത്തിൽ കേതുവും 7-ൽ രാഹു നിൽക്കുന്നത് അതും ഗുണകരമല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയും. രാഹു കേതുകൾക്ക് പരിഹാരം ചെയ്യാം. രാഹു കേതുകൾക്ക് പരിഹാരം ചെയ്യാന്ന് വെച്ച് പറഞ്ഞാൽ, ഗണപതിക്ക് കറുകമാല, രാഹുവിന് 100 പാലും, ഇത് 2 മാത്രം മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തിയാൽ മതി. പിന്നെ ഉള്ളത് 4-ാം ഇടത്തിൽ ചൊവ്വ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചൊവ്വയ്ക്ക് വേണ്ടിയിട്ട് ഭഗവതിക്ക് ഒരു സഹസ്രനാമ അർച്ചന, ചുരുങ്ങിയ ചിലവുള്ളൂ, സഹസ്രനാമ അർച്ചന നടത്തിയാൽ മതി. പിന്നെ ഉള്ളത് 8-മത്തിൽ നടക്കുന്ന വ്യാഴമാണ്. വ്യാഴത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസവും അതുപോലെ തന്നെ മഞ്ഞപ്പട്ടും സമർപ്പിക്കുന്നത് മൂലം ഈ ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരും എന്ന് തന്നെ പറയാം. അപ്പോൾ അതുമൂലം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ട് കുഴപ്പമൊന്നുമില്ല. കുടുംബത്തിൽ ഐക്യത, അഭിവൃദ്ധി ഇതെല്ലാം ഉണ്ട്. സന്താനങ്ങൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നുണ്ടോ എന്നൊരു സംശയം മനസ്സിലേക്ക് കയറി വരികയും അതിന് മൂലം ഭാര്യ ഭർത്താക്കന്മാർ കുറച്ച് വിഷമിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൂടാതെ തന്നെ അതൊരു വൈരാഗ്യമായിട്ട് മാറി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, ആരോഗ്യപരമായിട്ടുള്ള ഗുണമേന്മകൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ കടബാധ്യതകളിലേക്ക് ഒരുവിധം ചെറുത്ത് നീക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യണമെങ്കിൽ. കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വർക്ക് എന്ത് ചെയ്യുന്നവർ കുറച്ച് കാലം കൂടി എഗ്രിമെൻറ്റുകൾ, നല്ല വലിയ കോൺട്രാക്റ്റുകളെല്ലാം എഗ്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതേസമയം ഫെബ്രുവരി മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുവാനുള്ളത്. അത് വളരെ എല്ലാം കൊണ്ടും, തൊഴിൽ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തൊഴിൽ ഗമനമായിട്ടുള്ളതും തൊഴിൽ പുരോഗതി ആയിട്ടാണെങ്കിലും ധനസംബന്ധമായിട്ടുള്ളതാണെങ്കിലും കാര്യസംബന്ധമായിട്ടുള്ളതാണെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വ്യവസായ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാലും അതുപോലെ തന്നെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, രോഗാവസ്ഥയിലുള്ള പ്രശ്നമായാലും അതെല്ലാം ചെറുത്ത് നിൽക്കാൻ പറ്റും എന്ന് തന്നെ പറയാവുന്നതാണ്. സൂര്യനും ബുധനും നിപുണയോഗത്തോട് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ കുറേയേറെ പ്രയാസങ്ങളും മറ്റുള്ളതെല്ലാം മാറി വരുന്ന ഒരു സമയം ഉണ്ടാവും. ഫെബ്രുവരിക്ക് മേസം ഞാൻ ഫെബ്രുവരി 15 ടു 30, 28, 29 വരെക്കുള്ള ഫലങ്ങൾ ഇട്ട് വരുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും പറയാവുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കർമ്മമേഖല പൊതുവെ ക്ലിയറായിട്ടാണ് കാണുന്നത്. ചാരവശ കർമ്മസ്ഥാനാധിപൻ നിവൃത്തിസ്ഥാൻ ആ ഭാഗത്ത് നിർമ്മസ്ഥാനത്തിൽ രാശിയുടെ 4-ാം ഭാഗത്ത് നിൽക്കുന്ന കാരണം തൊഴിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വിദ്യാർത്ഥികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അത് പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കുട്ടികൾ ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളെല്ലാം ശ്രദ്ധിക്കണം. 18 വയസ്സ് മേലെയുള്ള കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ലഹരി വസ്തുക്കൾ മറ്റുള്ളതിനൊക്കെ അടിയപ്പെടുവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലായിട്ട്. അതിൻ്റെ മനോവേദ അനുഭവിക്കാൻ മാതാപിതാക്കൾ മാത്രം ഉണ്ടാവും. മാതാവ് ഈ കന്യരാശിയിൽപ്പെട്ടവരാണെങ്കിലോ പിതാവ് കന്യരാശിയിൽപ്പെട്ടവരാണെങ്കിലോ എന്നൊക്കെ വരാനുള്ള സാധ്യത. അതുപോലെ കുട്ടികളും അതേപോലെ കന്യരാശിയിൽപ്പെട്ടവരാണെങ്കിൽ
അത് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ തന്നെ അലോപ്പതിയിൽ പെട്ടിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ എന്നിവർക്കെല്ലാം പ്രശ്നമേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യം കൈവരിക്കുവാനുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ചിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർത്തമാനം പറയുന്നതിലും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതിലും ശ്രദ്ധ വേണം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല, ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അത്ര അനുകൂലപരമായിട്ടുള്ള പ്രശ്നമല്ല. ഫൈനാൻസ് സംബന്ധമായിട്ട് കടബാധയിൽ പെട്ടിരിക്കുന്നവർക്കും ഫൈനാൻസ് സംബന്ധമായിട്ട് പറഞ്ഞാൽ അതായത് കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് ശ്രദ്ധ വളരെ കേന്ദ്രീകരിക്കണം. ധനനഷ്ടം, മാനഹാനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധ വേണം. കിട്ടുന്ന വരുമാനത്തിൽ നിന്നും തികയാതെ വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കുറേ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്യുന്ന പക്ഷം ദോഷാധിക്യങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുന്നത് ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. അതുപോലെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സുമാർക്ക്, നഴ്സുമാർക്ക്, അലോപ്പതി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് കാണുന്നത്. അതുപോലെ തന്നെ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ശ്രദ്ധ എന്ന് വെച്ച് പറഞ്ഞാൽ അവരവർ ചെയ്യുന്ന മേഖലകൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ആ സൈറ്റ് ചിലപ്പോൾ ആ സൈറ്റാണോ ഈ സൈറ്റാണോ എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചെടുക്കേണ്ടി വരും. സൈറ്റ് മാറിപ്പോയി കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് മാറും. അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനാണ്. ഗവൺമെൻറ് കാരകനും അതുപോലെ തന്നെ ഊർജ്ജം നൽകുന്ന, അതായത് പണ്ട് കമ്പ്യൂട്ടറിനെയും അതുപോലെ തന്നെ വെളിച്ചത്തെയും പ്രതിദാനം ചെയ്യുന്ന ഊർജ്ജ സംബന്ധമായിട്ടുള്ളൊരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ജീവജാലങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വൃക്ഷങ്ങൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സൂര്യൻ 5ാം ഭാവത്ത് ബുദ്ധി സംബന്ധമല്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വെളിച്ചം വരണമെങ്കിൽ അത് ടോർച്ചടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ബുദ്ധി വെളിച്ചം വരണമെങ്കിൽ ആ സൂര്യപ്രകാശത്തിൻ്റെ ഇത് കിട്ടിയാലേ അതിൽ ബ്രെയിൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അത് പ്രവർത്തിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ വെളിച്ചം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നേരെ വെളുത്തിട്ട് ചെയ്തൊരു കാര്യമില്ല, ഇരുട്ടത്താണെങ്കിലും ആ പ്രവൃത്തി വേണം എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തിളങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാലങ്ങൾ അമിത ഗുണപരമായിട്ടുള്ള മേഖലയിൽ വന്ന് പെടാനുള്ള ഒരു ഞാൻ 2024 ഫലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എൻ്റെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാം. അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സുലഭമായിട്ടുള്ള കാര്യങ്ങൾ. അത് കാരണം ഇപ്പോൾ ഉള്ളത്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാതകൾ ശ്രദ്ധിച്ചാൽ അറ്റം വരെ നമുക്ക് എത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പരിഹാരം ഇപ്പോഴും പറയാം. പിന്നെ നക്ഷത്രങ്ങൾ പ്രകാരമുള്ള പരിഹാരമാണെങ്കിൽ ഉത്തര നക്ഷത്രക്കാർക്ക് ശിവനെങ്കിൽ ധാര, വിളക്ക്, മാല, എണ്ണ വിളക്ക്, കൂവളമാല എന്നിവയും, അത്ത നക്ഷത്രക്കാണെങ്കിൽ തിങ്കളാഴ്ച വ്രതവും സഹസ്രനാമ ജപവും, അതായത് ലളിത സഹസ്ര ജപവും, ചിത്ര നക്ഷത്രക്കാണെങ്കിൽ ചൊവ്വാഴ്ച ഭഗവതി സേവയും ചെയ്യുന്നത് മൂലം ഏറെ നല്ല ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.